PSCtalks 2020 രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. പതിനൊന്നാമത്തെ ചോദ്യം. ഒരു സ്ഥാപനത്തിലെ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 രൂപ. അപ്പോൾ 19 പേരുടെ ആകെ ശമ്പളം എത്രയായിരിക്കും? 19 × 500. മാനേജറിന്റെ ശമ്പളം 10000 രൂപ. എങ്കിൽ 20 പേരുടെ ശരാശരി ശമ്പളം എത്രയാണ്? ഒരു സ്ഥാപനത്തിൽ മൊത്തം 20 പേരുണ്ട്. 19 സാധാരണ ജീവനക്കാരുടെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് 5000 രൂപയാണ്. അപ്പോൾ 19 × 5000 ആദ്യം കണ്ടുപിടിക്കണം. പ്ലസ് മാനേജറിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 10000 രൂപയാണ്. 10000. അപ്പോൾ ആകെ എല്ലാ പേരുടെയും കൂടി ശമ്പളം എത്രയായിരിക്കും? 19 × 5000 + 10000. ഇത് എത്ര പേരുടെ ശമ്പളം? 20. അപ്പോൾ 20 പേരുടെ ശരാശരി ശമ്പളം കണ്ടുപിടിക്കാൻ 19 × 5000 + 10000 / 20. ഇങ്ങനെ ചെയ്താൽ മതി. 19നെ 5000 കൊണ്ട് ഗുണിക്കണം. 19നെ 5000 കൊണ്ട് ഗുണിക്കുന്നതിന് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് 19 × 5. 9 × 45, 5 ശിഷ്ടം 4. ഇവിടെ 9 എന്ന് വരും. അപ്പോൾ 95 0 0 0 പ്ലസ് 10000 / 20. അപ്പോൾ 95000ഉം 10000ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1,50,000 കിട്ടും. 1,50,000 കിട്ടും / 20. ഈ 0 ക്യാൻസലായി പോവും. 10500ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5250. 20 പേരുടെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് 5250 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടെ കേട്ടോണം. 19 ജോലിക്കാരുണ്ട്. 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 രൂപയാണ്. അപ്പോൾ 19 ജോലിക്കാരുടെ ആകെ ശമ്പളം എത്രയാ? 19 × 5000. മാനേജർ 10000. അപ്പോൾ ആകെ ശമ്പളം എന്ന് പറഞ്ഞാൽ 19 × 5000 + 10000. അപ്പോൾ ഈ 20 പേരുടെ ശരാശരി ശമ്പളം കണ്ടുപിടിക്കാൻ ഇതിനെ / 20 ചെയ്താൽ മതി. ഉത്തരം 5250 കിട്ടും. ഈ ചോദ്യത്തിന്റെ ഉത്തരം 5250 ആണ്. For more classes, download PSCtalks.